ഇറാഖ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു ബില്ല്. വലിയ രീതിയിൽ അതിപ്പോൾ ചർച്ചയാവുകയാണ്, വിവാദമായി തീരുന്നൊക്കെയാണ്. മറ്റൊന്നുമല്ല, സ്ത്രീകളുടെയും അതുപോലെ തന്നെ ആണുങ്ങളുടെയും വിവാഹപ്രായം അവർ കുറച്ചിരിക്കുകയാണ്. നമ്മൾ ആ പ്രായം എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതമായി പോകും. സ്ത്രീകളുടെ 9 അതുപോലെ തന്നെ ആൺകുട്ടികളുടെ 5 വയസ്സും. അല്ലല്ല 15 ക്ഷമിക്കണം, 15 വയസ്സ്. അപ്പം ഈ നേരത്തെ ഇത് 18 ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം വലിയ രീതിയിൽ എന്താണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ? ഇത് നീതിന്യായ വകുപ്പ് ആണത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 18 വയസ്സാണ് വിവാഹപ്രായം. അത് പകുതി ആയിട്ട് കുറയ്ക്കുകയാണ്. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ 9 ആക്കി കുറയ്ക്കുകയാണ്. അതായത് അവിടെയുള്ള ഇപ്പോഴത്തെ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട് ഈ വിവാഹപ്രായം ഇങ്ങനെയൊക്കെ പറയുന്നത്. സാധാരണഗതിയിലുള്ള ഒരു പൗര നിയമം എന്നുള്ള നിലയ്ക്ക് അത് ആ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ മാറ്റിയിട്ട് ഒരു റിലീജിയസ് ലോ പോലെ ഒരെണ്ണം ഇസ്ലാമിക നിയമപ്രകാരം അതിൽ ഉടച്ചു വാർത്ത് കൊണ്ടുവരുന്ന ഒരു നിയമം പോലൊരു സംഗതിയാണ് ഈ വരാൻ പോകുന്നത്. ഈ 9 വയസ്സ് ഈ ആൺകുട്ടികളുടെ വയസ്സ് 15 15. അപ്പോൾ 9 വയസ്സുള്ള ഒരു ബാലികയെ 15 വയസ്സുള്ള ഒരു ബാലന് കല്യാണം കഴിക്കാം എന്നുള്ളതാണ്. വളരെ പ്രാചീന കാലത്തുമൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പും ഒക്കെ ഇന്ത്യയിലുമൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പറയാവുന്നൊരു സംഗതിയാണ്. പിന്നെ അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസം, സംസ്കാരം, ഇതിന് വളർച്ച, കുടുംബം, അതിൻ്റെ ഉന്നതി ഇതൊക്കെ മുൻനിർത്തി 21 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ അതൊക്കെ പല രാജ്യങ്ങളിലുമൊക്കെ അവർ പഠിക്കട്ടെ, അവർ സമൂഹത്തിന് ഉതകുന്നവരാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനത്തെ ചർച്ചകൾ കേരളത്തിൽ പോലും മുസ്ലിം പെൺകുട്ടികൾ ഇപ്പം വേണ്ട ബാപ്പ എന്ന് പറയുന്ന കാലമാണ്. 21 വയസ്സായ മതി, ഞാൻ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്ന കാലത്താണ്. ഇവിടെ ഇവിടെ മൊല്ലാക്കന്മാർ അതിനൊന്നും അനുകൂലമല്ല. മൊല്ലാക്കന്മാർക്ക് 15 വയസ്സിൽ തന്നെ പെൺകുട്ടികളെ നിക്കാഹ് കഴിച്ചയക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോഴും അടുത്ത കാലത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു ഈ പാലക്കാട്ട് വടക്കഞ്ചേരിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. ആ കേസ് തീർന്നിട്ടില്ല. 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസ്. അവർ ഞങ്ങളുടെ നിയമപ്രകാരം മുഹമ്മദൻസ് ലോ പ്രകാരം 15 വയസ്സാകാം, ഞങ്ങളുടെ ശരീരത്താകാം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പി വി കുഞ്ഞികൃഷ്ണൻ ജഡ്ജി അദ്ദേഹം ഒരു നല്ല വിധി ഇതിൽ പുറപ്പെടുവിച്ചിരുന്നു. ബാലവിവാഹം, അതായത് അങ്ങനെ വാദിപ്രതിയാവുക ചെയ്തത് കോടതിയിൽ പോയപ്പോൾ ഇതും പറഞ്ഞ് ഞങ്ങൾക്കിത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു പോയപ്പോൾ അത് തള്ളിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ നിയമങ്ങളാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ മുകളിൽ മതനിയമങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് അദ്ദേഹം വിധിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാലവിവാഹം നിരോധിക്കപ്പെട്ടതാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ബാലവിവാഹം വേറൊരു മതത്തിൻ്റെ നിയമം പറഞ്ഞ് അത് സാധുവായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട വിധി, നിർണായക വിധിയാണ്. അത് വേണ്ട രീതിയിലൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിലും നമ്മളിവിടെ അത് ചർച്ച ചെയ്തിരുന്നു. ഈ ജഡ്ജിയുടെ വിധി നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ബില്ലിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആ ബില്ലിൽ പറയുന്നത് ഇനി കുടുംബകാര്യങ്ങളിലുള്ള തീരുമാനങ്ങളൊക്കെ, കുടുംബകാര്യങ്ങളിലുള്ള തർക്കങ്ങളും ആ തീരുമാനങ്ങളും ഒക്കെ സാധാരണ ഓരോ രാജ്യത്ത് നീതിന്യായ കോടതിയാണല്ലോ തീരുമാനിക്കുക. പക്ഷേ ഈ ബില്ലിൽ പറയുന്നത് അങ്ങനെ കുടുംബകാര്യങ്ങൾ ഇനി അവിടുത്തെ കോടതി തീരുമാനിക്കണോ, ജുഡീഷ്യറി തീരുമാനിക്കണോ, അതോ മതനേതാക്കൾ എന്ന് പറഞ്ഞാൽ മൊല്ലാക്കന്മാർ തീരുമാനിക്കുന്നോ എന്നുള്ളത് കുടുംബങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥേൻ്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ മതനേതാക്കളുടെ അടുത്ത് പോകണം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണല്ലോ അതിൻ്റെ ധ്വനി. ഇങ്ങനൊരു വ്യവസ്ഥ വരുമ്പോൾ, കാരണം അവിടെ ഈ ഇതുപോലത്തെ ഒരു മതഭരണം നടക്കുന്നിടത്ത് അധികാരി ആരാണോ അധികാരിയുടെ അടുത്തല്ലേ പോകുള്ളൂ, അല്ലാതെ കോടതിയിൽ പോകുന്നതിനേക്കാളും എളുപ്പമായിരിക്കുമല്ലോ ഇത്. തൊട്ടടുത്ത് തന്നെ ഒരു മൊല്ലാക്ക കാണുമല്ലോ, അങ്ങേരുടെ അടുത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ പൗരന്മാർക്ക് തീരുമാനിക്കാം കുടുംബകാര്യം ആരാണ് അതിൽ വിധി പറയേണ്ടത്, ജുഡീഷ്യറി ആണോ മതനേതാവാണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് വലിയ ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ഹിജാബിനെ ചൊല്ലി വലിയൊരു തർക്കം 2 കൊല്ലം മുമ്പ് ഉണ്ടായതാണ്. ഇറാനിലുമൊക്കെ ഉണ്ടായതാണ്.
അത്തരം പ്രശ്നങ്ങളൊക്കെ ഇറാഖിലും ഒക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പിന്തുടർച്ചാവകാശം, വിവാഹ മോചനം, പിന്നെ വിവാഹമോചനം നടത്തി കഴിഞ്ഞവരുടെ കുട്ടികളുണ്ടല്ലോ അവരുടെ കസ്റ്റഡി ആർക്കായിരിക്കണം എന്നുള്ള പ്രശ്നങ്ങളുമൊക്കെ ഈ ജുഡീഷ്യറി അല്ല ഈ മതനേതാക്കൾ തീരുമാനിക്കുക എന്നുള്ള അവസ്ഥ വരും എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫലത്തിൽ ബാലവിവാഹമാണ്, ഇത് ചൂഷണമാണ് എന്ന് ഇത് എതിർത്തുകൊണ്ട് ധാരാളം സംഘടനകൾ ഭാഗ്യത്തിന് ഇറാഖിലും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ, സ്ത്രീ ഗ്രൂപ്പുകൾ ഒക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആണ് പ്രധാനം. പിന്നെ ഇങ്ങനെ നേരത്തെ വിവാഹം കഴിക്കുന്ന കുട്ടികൾ നേരത്തെ ഗർഭിണികളാവും. പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഒരു പ്രസവ ഫാക്ടറി ആയിട്ട് തീരുകയുള്ളൂ ഈ പെൺകുട്ടി. അപ്പോൾ അങ്ങനെ അത് അവർ പിന്നെ സ്കൂളിലായിരിക്കും അപ്പോൾ പഠിക്കുന്നത്, അവർ ഡ്രോപ്പ് ഔട്ട്സ് ആവും, ഈ വിദ്യാഭ്യാസം നിർത്തും അവർ, അങ്ങനെ പോവും. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, പീഡനം, ഗാർഹിക പീഡനം, അതിന് ഇവർ ഇരകളാവാൻ സാധ്യതയുണ്ട്. ഇപ്പം യൂണിസെഫിൻ്റെ ഒരു കണക്കുണ്ട്, ഇറാഖിൽ 28% പെൺകുട്ടികൾ 18 വയസ്സിന് മുമ്പാണ് വിവാഹിതരാകുന്നത്. ഇപ്പം തന്നെ അവിടെ നിയമമൊന്നും നോക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ മതത്തിന് ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മതത്തിന് വലിയ പ്രാമുഖ്യമുള്ളത് കൊണ്ട് അത് അവിടെ കേസൊന്നും ആയിട്ട് വരില്ലല്ലോ. ഒരു മല്ലാക്കിക്കെതിരെ ആര് കേസ് കൊടുക്കാനാണ്? അപ്പോൾ 18-ന് മുമ്പ് ധാരാളം 18-ന് മുമ്പ് ഈ നമ്മുടെ നാട്ടിലെ ചില ജില്ലകളിലുമൊക്കെ ഇപ്പോഴും വിവാഹം നടക്കുന്നതായിട്ട് കേസുകളൊക്കെ വരുന്നുണ്ട്. കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ ബാല്യവിവാഹ നിരോധന നിയമം അനുസരിച്ചിട്ട് പോലീസ് വളരെ കാർക്കശ്യത്തോടുകൂടി കേസുകൾ എടുക്കുന്നുണ്ട്. പിന്നെ കേസിൻ്റെ പിന്നാലെയും കോടതിയിലും കയറി ഇറങ്ങി നടക്കണം എന്നുള്ളതുകൊണ്ട് ഒരു കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഈ പല കരുവാരക്കുണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള പല കേസുകളുമൊക്കെ അടുത്ത കാലത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പലയിടത്തും നടന്നതായിട്ട് വായിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഈ ഷിയാകളുടെ സമ്മർദ്ദം, സുന്നികളുടെ സമ്മർദ്ദം ഒക്കെ നടക്കുന്നുണ്ട്. ജൂലൈ ഒടുവിൽ ഈ സമ്മർദ്ദം കാരണം ഇത് അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിൻവലിച്ചതായിരുന്നു ഇത് ജൂലൈ ഒടുവിൽ. പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി വീണ്ടും ഇത് പൊന്തി വന്നു, ഇത് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 4-ന് പറഞ്ഞു. 1959 അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നതാണ്, മര്യാദക്കുള്ള നിയമം. അത് കുടുംബം സംബന്ധിച്ച നിയമങ്ങൾ മതനേതാക്കളിൽ നിന്ന് മാറ്റുന്നത് തന്നെയായിരുന്നു. പിന്നെ 1979 ഷായെ പുറത്താക്കിയല്ലോ, അവിടുത്തെ രാജവംശത്തിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഇസ്ലാമിക നിയമത്തിന് പ്രാമുഖ്യം കിട്ടി. അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് പെൺകുട്ടികൾ ഈ അവിഹിത ബന്ധങ്ങളിൽ, ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അവിഹിത ബന്ധങ്ങൾ, അധാർമിക ബന്ധങ്ങൾ, അതിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, 9 വയസ്സാക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 15 വയസ്സുള്ള ആൺകുട്ടിയുടെ കാര്യമോ? ആ ചോദ്യമുണ്ട്. അപ്പോൾ ഈ സമത്വം ഉണ്ടല്ലോ, ജെൻഡർ ഈക്വാളിറ്റി, ലിംഗസമത്വമൊക്കെ ഇതിനെയൊക്കെ വല്ലാതെ ബാധിക്കുന്നതാണെന്ന് സ്ത്രീ ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 9 വയസ്സിലൊക്കെ പെൺകുട്ടി ദാമ്പത്യ ജീവിതത്തിലേക്കല്ല പോകേണ്ടത്, കളിക്കളങ്ങളിലേക്കാണ് എന്ന് ഈ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ, കറക്റ്റാണ്. കാരണം അവര് കളിപ്രായമാണത്. നമ്മുടെ പ്രായം നമ്മൾ പലതും അറിഞ്ഞിട്ടില്ല, പലതും പഠിച്ചു വരാനുള്ള ഒരു പ്രായമാണ്. പക്വതയായിട്ടില്ല. അതിനൊരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ വരണമല്ലോ, ഒരു കുടുംബം കൊണ്ട് നടക്കാനുള്ള. ഇത് കളിപ്രായമാണ്, അവർ കളിക്കട്ടെ, നോക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിൽ 21 വയസ്സാക്കിയപ്പോഴും തന്നെ അതിനെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലും, വലിയ പുരോഗമനം നടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ സത്യത്തിൽ മൊല്ലാക്കന്മാർക്ക് 21 വയസ്സ് ഒട്ടും പഥ്യമല്ല. 15 വയസ്സിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന യാഥാസ്ഥിതിക മനസ്സ് തന്നെയാണ് അവർക്കുള്ളത്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇറാഖിലായാലും ഇറാനിലായാലും മലപ്പുറത്തായാലും സത്യത്തിൽ സ്ത്രീകൾ തന്നെയാണ് ഇത് പോരാടി തോൽപ്പിക്കേണ്ടത്.
ശരിക്കും സ്ത്രീകളുടെ ശബ്ദം ഈ ഇത്തരം സമൂഹങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ശരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.